രാവിലെ എന്നും നമ്മൾ ചെയ്തു വരുന്നത് പോലെ തന്നെ നമ്മുടെ ആട്ടിൻകൂട്ടിലെ പണികൾ ആദ്യം തന്നെ പുകയ്ക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. പുക കൊടുത്തതിന് ശേഷം നമ്മുടെ ആട്ടിൻകൂട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യും. അതിനുശേഷം നമ്മൾ നല്ല കൈത്തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ലൊരു വെള്ളം കൊടുപ്പും കഴിയും കേട്ടോ. 8 മണിയോടുകൂടി ഈ പറഞ്ഞ പണികളെല്ലാം നമ്മുടെ തീരും. ഇപ്പം നമുക്ക് ഒരു പണി കുറവുണ്ട് കേട്ടോ. നമ്മുടെ ആടുകളെ കറക്കുക എന്നുള്ള പണി. നിലവിൽ നമ്മുടെ ആടുകളെല്ലാം ചെനയായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കറക്കുന്ന ആടുകൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അങ്ങനെ 8 മണിയോടുകൂടി നമ്മുടെ ഈ പറഞ്ഞ പണികളെല്ലാം തീർന്നതിന് ശേഷം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ആടുകൾക്ക് പ്ലാവലിയോ പുല്ലോ അങ്ങനെയുള്ള തീറ്റകൾ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ദേ നമ്മുടെ പുല്ലിന് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ട് അവൻ കാണിക്കുന്ന അഭ്യാസമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. തീരെ വയ്യാത്ത പോലെയാണ് കേട്ടോ അവൻ്റെ കടത്തവും കാര്യങ്ങളെല്ലാം. നമ്മൾ പുല്ലിട്ട് കൊടുത്തപ്പോൾ തന്നെ അവൻ കടന്നുകൊണ്ട് തിന്നുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ പെട്ടകൾക്കും നമ്മൾ പുല്ലിട്ട് കൊടുത്തു. അവരെല്ലാവരും എണീറ്റ് നിന്ന് നല്ല രീതിയിൽ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുല്ലിന് മാത്രമാണ് ഭയങ്കര ക്ഷീണം. പിന്നെ നമ്മളത് പുല്ല് മാറ്റിയിട്ട് കൊടുത്താലും അവൻ ആ പുല്ല് പിടിച്ച് കടിച്ച് വലിച്ച് ഇതുപോലെ താഴത്തേക്ക് ചാടിച്ചിടും. എന്നിട്ട് അവൻ കടന്നുകൊണ്ട് ഇങ്ങനെ തിന്നുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവൻ്റെ പരിപാടി ഇതാണ് കേട്ടോ. പിന്നെ അവൻ്റെ പുല്ല് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആട്ടുംകൂടിനോട് മൽപ്പിടുത്താണ്. ആട്ടുംകൂടിൻ്റെ സൈഡിൽ പുൽക്കൂടായി കെട്ടിയിട്ടുള്ള വാരിയിലൊക്കെ ഇടിക്കുക, അത് ഒടിക്കുക എന്ന കലാപരിപാടികൾ അവൻ തുടങ്ങും കേട്ടോ. അവനെ നമ്മൾ കുറച്ച് നാൾ കൂടി നിർത്തണമെന്നൊരു ആഗ്രഹമാണ്. പക്ഷേ അവനെ ഇപ്പം നമ്മുടെ കൂടുകളെല്ലാം ഇടിച്ച് പൊട്ടിച്ച് ഏകദേശം നമുക്കൊന്ന് കൊടുത്താലോ എന്നുള്ള ഒരു ആലോചന മനസ്സിൽ വന്നു തുടങ്ങിയിട്ട് കേട്ടോ. എനിക്ക് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. എന്ത് മൃഗങ്ങളെ ആവട്ടെ പക്ഷികളാവട്ടെ എന്തിനേയും വളർത്തുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ വളർത്തണം. നമ്മളെയും കൊണ്ട് വളർത്തി നമ്മുടെ കയ്യിൽ ഒതുങ്ങണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൊടുക്കുകയോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ നമ്മുടെ പുല്ലിനെ ഇതുവരേക്കും നമ്മളെ കഴിയാവുന്ന പോലെ തീറ്റയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല രീതിക്ക് തന്നെ വളർത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആട്ടിൻകൂട്ടിലെ പുല്ലിനും നമ്മുടെ പെട്ടകളും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ ആടുകളുടെയും പേര് പറഞ്ഞ് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.